തൊടുപുഴയിൽ 10ാം തവണ അംഗത്തിനിറങ്ങുന്ന പി.ജെ. ജോസഫിനെ നേരിടാൻ CPM ഒരു പൊതു സ്വതന്ത്രനെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. BDJS കരുത്തോടെ രംഗത്തുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാനും മന്ത്രിയുമായ പി.ജെ. ജോസഫിന് ഇത്തവണ 10ാം അംഗമാണ്. യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ വാളും പരിചയം നൽകിയാണ് ജോസഫിനെ പോരാട്ടത്തിനിറക്കിയത്. തൊടുപുഴയിൽ അദ്ദേഹം നടത്തിയ വികസനവും ജോസഫിന് തൊടുപുഴയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധവുമാണ് UDFനെ തുണയ്ക്കുന്നത്. താഴെത്തട്ടിലിരിക്കുന്ന ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇതിന് മുൻപ് ഉണ്ടാവാതെ, ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാതെ നിലയിൽ ഈ ഗവൺമെൻറ് നടത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഫാക്റ്റാണ് തീർച്ചയായും അതിൻ്റെ വോട്ട് UDFന് കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ പിന്നെ തൊടുപുഴയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് മന്ത്രിയാവട്ടെ, ഇടുക്കിയിലെ UDFൻ്റെ റോസിയാവനാവട്ടെ, ഇവരുടെ മണ്ഡലത്തിലെല്ലാം ഏറെ ബഹുമുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. തൊടുപുഴയിൽ ആകെ വോട്ടർമാർ 1,94,652 പേരാണ്. ഇതിൽ പുരുഷന്മാർ 96,165 പേരും സ്ത്രീകൾ 98,487 പേരുമാണ്. 17,311 പേരാണ് പുതിയ വോട്ടർമാർ. CPM പൊതുസ്വതന്ത്രനായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ടിലിനെ രംഗത്തിറക്കി പുതിയ തന്ത്രം പയറ്റുന്നു. BDJS സ്ഥാനാർത്ഥിയായി SNDP യോഗം തൊടുപുഴ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീണും മത്സരരംഗത്തിറങ്ങി. തീർച്ചയായും ഈ ജില്ലയിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം. കുറേ വർഷങ്ങളായി LDF UDF എന്ന ഭരണം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുന്നത്. ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. പുതിയ മുന്നണി സംവിധാനത്തിലുള്ള ഈ ഒരു പ്രസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി ഈ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമായ സേവ് കേരള ബിൽഡ് കേരള എന്ന മുദ്രാവാക്യം ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി ഈ നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാനുള്ള ആഗ്രഹവുമായി മുന്നേറുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ, ഞങ്ങളുടെ സന്ദേശങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കി ജില്ലയിൽ SNDP യോഗത്തിൻ്റെ കീഴിൽ 6 യൂണിയനുകളുണ്ട്. തൊടുപുഴ, പീരുമേട്, അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം തുടങ്ങിയ യൂണിയനിലെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 50,000-ഓളം അംഗങ്ങൾ SNDP യോഗവും മറ്റ് സംഘടനകളും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന BDJS എന്ന പുതിയ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുന്നണി വിധാരണ പ്രകാരം സീറ്റ് ലഭിച്ചിരിക്കുന്നത് തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളാണ്. തീർച്ചയായും ഈ 3 മണ്ഡലങ്ങളിലും വിജയസാധ്യതയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാണി ജോസഫ് ഗ്രൂപ്പുകൾ ലയിച്ചിട്ടും അസംതൃപ്തരായി കഴിഞ്ഞിരുന്ന വിഭാഗമാണ് കേരള കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ കൊഴിഞ്ഞുപോയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളമാണെന്നറിയാൻ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. അട്ടിമറിക്ക് വലിയ സാധ്യതയില്ലാത്ത മണ്ഡലമാണ് തൊടുപുഴ. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയുമ്പോൾ തൊടുപുഴയിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവാതെ പോയില്ല. തൊടുപുഴയെയും ആകാംക്ഷാഭരിതമാക്കുന്ന ഘടകം ഇതാണ്.